ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ നമ്മളുടെ CUT PG റിസൾട്ടിന് ശേഷം യൂണിവേഴ്സിറ്റികൾ തുരുതുര അഡ്മിഷൻ പോർട്ടലുകൾ ഓപ്പൺ ആക്കുന്നു. പെപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതാ തുരുതുര യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ വീഡിയോസ് വരുന്നു. എല്ലാ വിധത്തിലുള്ള കോഴ്സ് ഏതാണ്, എലിജിബിലിറ്റി ഏതാണ്, അതുപോലെ തന്നെ എന്താണ് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഫീ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത് RGNIYD. ഇപ്പോൾ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ പഠിക്കണം, ദൂരെ ഒന്നും പോയിട്ട് അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ വൈബിലേക്കൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ, പക്ഷെ എന്നാൽ കേരളം വിട്ടൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളോട്ട് ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് RGNIYD. പൊതുവേ നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു പേര് പൊതുവേ ആളുകൾ യൂസ് ചെയ്യാറില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുക. ഇപ്പോൾ നമ്മളെ NIT, IIT, IIM ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഏതായാലും RGNIYD 1993 കുറേ മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ വളരെ പോപ്പുലർ ആയിട്ടുള്ളത് ഈ ഒരു അടുത്താണ് പോപ്പുലർ ആയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷം മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന ഇപ്പോൾ അതിനേക്കാൾ ഡിമാൻഡായിട്ട് RGNIYDയിലേക്കൊക്കെ പോയത് ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്. ഏതൊക്കെയാണ് കോഴ്സുകളുള്ളത്, അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പെപ്പിൻ്റെ ഈ ഒരു PG അപ്ഡേറ്റ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാണ് RGNIYDൻ്റെ വെബ്സൈറ്റ് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം ധാരണകളൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ തന്നെ ഫസ്റ്റ്ലി ഈ അനൗൺസ്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ PG അഡ്മിഷൻ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അവിടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ, അഡ്മിഷൻ ക്രൈറ്റീരിയ, ഫീസ് സ്ട്രക്ചറും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ പേജിൽ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽ ഉണ്ട് അല്ലേ? സ്ഥിരം ചോദ്യം, എന്നാ മാസേ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? അപ്പം ജൂൺ 9 രാത്രി 11:59 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 11:58 പോയിട്ട് ചെയ്യാൻ നിൽക്കല്ലേ, എന്നിട്ട് കിട്ടണില്ല ഞാൻ മുമ്പേ ചെയ്തിരുന്നു എന്നൊന്നും പറയരുത്. കാരണം വെബ്സൈറ്റ് ഹാങ് ആവും, സെർവർ ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് പോവാതെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ പ്രോസസ്സുകളൊക്കെ തീർക്കുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതാ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ്. നമ്മൾ RGNIYDക്ക് 2 ക്യാമ്പസുകളാണുള്ളത്. ഒന്ന് മെയിൻ ക്യാമ്പസ് ശ്രീപെരുമ്പത്തൂർ ക്യാമ്പസിൽ തന്നെ, മറ്റൊന്നൊരു റീജിയണൽ സെൻറ്റർ ഉണ്ട് നമ്മളെ ചണ്ഡീഗഡിൽ. ഓക്കെ, ചണ്ഡീഗഡ് അറിയാലോ അല്ലേ? അപ്പോൾ മെയിൻ ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് MSc കമ്പ്യൂട്ടർ സയൻസ് ഇവിടുത്തെ ഒരു മെയിൻ കോഴ്സാട്ടോ. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാവും, അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങും സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, ഈ 3 സ്പെഷ്യലൈസേഷനിലും MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ഏജ് കോഴ്സുകളൊക്കെ ആയിട്ട് പുതിയ ആളുകളൊക്കെ സെർച്ച് ചെയ്യുന്ന കോഴ്സുകളൊന്നാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ, ആളുകൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ MSc മാത്തമാറ്റിക്സ് കോഴ്സ് ഉണ്ട് അല്ലേ? കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് വിട്ടതായിരിക്കും, എന്നാൽ പോലും PGക്ക് മാത്സ് നോക്കുന്ന ആളുകൾ MSc മാത്തമാറ്റിക്സ് ആൻഡ് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സൈക്കോളജി. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക സൈക്കോളജി ആയിരിക്കും. MSc അപ്ലൈഡ് സൈക്കോളജിയാണ് കേട്ടോ ഇവിടുത്തെ ഒരു എലിജിബിലിറ്റി വരുന്നത്. പിന്നെ MA ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ MA സോഷ്യോളജിയും, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് MSW, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ചെയ്യുന്ന യൂത്ത് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലൈസേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കോഴ്സുകളാണ്, 8 കോഴ്സുകളാണ് നമ്മുടെ RGNIYDൻ്റെ ശ്രീപെരുമ്പത്തൂർ ക്യാമ്പസിലുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ചണ്ഡീഗഡ് ക്യാമ്പസിലേക്ക് പോകുകയാണെങ്കിൽ MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും ഉണ്ട്. അപ്പം ഏകദേശം കോഴ്സുകൾ എത്രയുണ്ട്? അപ്പോൾ ഞാൻ RGNIYDൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചു, ഞാനിവിടെ കൊടുക്കണോ വേണ്ടിയോ എന്ന് അറിയുന്നതിന് മുമ്പ് എനിക്ക് ആവശ്യമുള്ള കോഴ്സ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പം സൈക്കോളജിയും ഇംഗ്ലീഷും MSW ഒക്കെ നോക്കുന്ന പിള്ളേർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷമൊക്കെ ഈവൻ മറ്റ് പോണ്ടിച്ചേരിനേക്കാളൊക്കെ ഡിമാൻഡിങ് ആയിട്ട് ഒക്കെ ആളുകൾ കണ്ടിരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോഴ്സുകളുള്ളത്. നമ്മുടെ CUT PGയുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ തുടങ്ങാം. പാസ്വേഡ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടേതായിട്ടൊരു പോർട്ടൽ ഉണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യണം, നമ്മളൊന്ന് വന്ന് നോക്കണം കേട്ടോ. കാരണം പുതുതായിട്ട് വേക്കൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടോ, സെക്കൻഡ് ലിസ്റ്റും തേർഡ് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെയാണ് എന്ത് ചെയ്യാം ഇവർ അറിയിക്കുക. ഓക്കെ, ഇനി അഡ്മിഷൻ ക്രൈറ്റീരിയയിലേക്ക്, ഓരോ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ട് നമ്മൾ
ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിക്ക് പഠിക്കണം, അല്ലെങ്കിൽ IT പഠിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ആയാലും കുഴപ്പമില്ല 4 എന്താണ് പേപ്പർ മാത്സ് പഠിക്കണം എന്നുള്ളതാണ് ഒരു മെയിൻ സാധനം. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് 55% മതി അല്ലേ. പിന്നെ ഉള്ളത് MSc മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സാണ്. മാത്സിന് മിക്കവാറും എന്താണ് നമുക്ക് മാത്സ് തന്നെ എന്താണ് മെയിൻ കോർ പേപ്പറായിട്ടൊക്കെ മാത്സ് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് MA ഇംഗ്ലീഷ് ഉണ്ട്. MA ഇംഗ്ലീഷ് എന്താണ് നോക്കുന്ന ആളുകൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഏകദേശം എന്താണ് BA or BSc 3 years കോഴ്സ് ഓർ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനി ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ് ഏകദേശം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം MA ഇംഗ്ലീഷ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് മതി കേട്ടോ. ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സങ്കടം തോന്നില്ലേ ഈ CUT-ൻ്റെ ഒക്കെ ഇത് കാണുമ്പോൾ എലിജിബിലിറ്റി 50% മാർക്ക് മതിയില്ലേ. പിന്നെ ഒന്നും പറയണ്ട. അപ്പം MSc അപ്ലൈഡ് സൈക്കോളജിയാണ് നമ്മളെ ഒരു ഫേവറേറ്റ് കോഴ്സ് ഇവിടെ ഉള്ളത്. MSc അപ്ലൈഡ് സൈക്കോളജിക്ക് നമുക്ക് BA or BSc 3 years കോഴ്സ് ഇൻ സൈക്കോളജി ആണ് പറയുന്നത്. ഓർ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് സൈക്കോളജി ആസ് വൺ ഓഫ് ദ സബ്ജക്ട് അറ്റ്ലീസ്റ്റ് 4 സെമസ്റ്റർ എങ്കിലും. ഇപ്പോൾ സോഷ്യോളജിക്കാരും ഫിലോസഫിക്കാരൊക്കെ ഉണ്ടാവും എന്ത് അല്ലെ BSWക്കാരൊക്കെ 4 സെമസ്റ്ററിലും സൈക്കോളജി പഠിച്ചവരുണ്ടാവും. അവർക്കും എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കാം. 50% മാർക്ക് മതി. പിന്നെ MA സോഷ്യോളജി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സും MSWന് എനി ഡിഗ്രിയാണ് 45% മതി കേട്ടോ. 45% മതി. അപ്പം ഇത്രയാണുള്ളത്. പിന്നെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും ആണ് ഉള്ളത്. ഓക്കെ, CUT-യുടെ ബേസിലാണ് വരുന്നത്. നമ്മളുടെ റിസർവേഷൻ കാറ്റഗറി ഒക്കെ ഉണ്ട്. അത്യാവശ്യം സീറ്റിൻ്റെ എന്താണ് സീറ്റ് എണ്ണമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റിയാണ് വരുന്നത്. RJNAVD നോക്കാം നമുക്ക് ഫീസ് സ്ട്രക്ചർ ഇതിൽ ചില ആളുകൾക്ക് എത്ര ഫീസ് വരിക, അവിടെ എത്ര പൈസ ആവും എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പം ഏകദേശം എല്ലാ കോഴ്സുകളുടെയും ഫീസ് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈക്കോളജിയുടെയും MSWയുടെയും അതുപോലെ തന്നെ എന്താണ് മാത്തമാറ്റിക്സിൻ്റെയും ഒക്കെ ഫീസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സെമസ്റ്ററിലും വരുന്നത് എത്രയാണെന്നുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിൽ 13,700, സെക്കൻഡിൽ 7,400, പിന്നെ 12,800 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1 ഇയറിലേക്ക് വരുമ്പോൾ ഒരു 20,000 റുപ്യേൻ്റെ അടുത്താണ് 20,000 അടുത്താണ് നമുക്ക് എന്തിൽ വരുന്നത് ഫീസ് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫീസ് ഉണ്ട്. അതായത് ഒരു 26,000 1 സെമ്മിലേക്ക് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഹോസ്റ്റൽ ഫീസൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റൽ ആൻഡ് മെസ് ഫീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റൽ ഫീസ് എത്രയാണ് വരുന്നത് ഫസ്റ്റ് സെമ്മിൽ ആകെ 110 രൂപയാണ് വരുന്നത്. പിന്നെ റൂം റെൻറ്റ് പെർ സെമ്മ് 2,500. അതുപോലെ തന്നെ അത് അഡ്മിഷൻ ഫീ ആണ് ആദ്യം പറഞ്ഞത്. പിന്നെ മെസ് ചാർജ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. 16,950 റുപ്യാണ് ഇതിൽ നമുക്ക് ഹോസ്റ്റലും മെസ്സും ആയിട്ട് വരുന്നത്. കോഴ്സ് ഫീസ് ഏകദേശം എന്താണ് ഒരു 20,000 ആണ് ഒരു വർഷത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. ഇനി നമുക്ക് അഡ്മിഷൻ പോർട്ടലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചെയ്യുന്നത് പോലെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ന്യൂ രജിസ്ട്രേഷനിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ എലിജിബിലിറ്റി ഒന്ന് ക്ലിയർ വരുത്തണം. ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും നമ്മുടെ CUT-യുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇതും അടിച്ച് രജിസ്റ്റർ ചെയ്താൽ ഒരു OTP പോകും. ആ OTP വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ലോഗിൻ ചെയ്യും. ഒരു പാസ്വേഡ് കൊടുക്കും. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഫസ്റ്റ് പ്രൊഫൈൽ സെറ്റ് ചെയ്യുക, ദെൻ കോഴ്സ് സെലക്ട് ചെയ്യുക, പേയ്മെൻറ്റും ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യുക, ഫൈനൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആപ്ലിക്കേഷൻ ആവും. പിന്നെ എന്ത് ചെയ്യും ഇവരുടെ ലിസ്റ്റ് വരും. ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റും തേർഡ് ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെരി അലേർട്ടായിട്ട് നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡ് എപ്പോഴും ഓർത്ത് വെക്കണം. ഇതിൻ്റെയൊക്കെ പാസ്വേഡ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഏതായാലും RJNAVD നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ ഒരു കോഴ്സുകൾക്ക് നമ്മൾ പറഞ്ഞു സൈക്കോളജി, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ MA ഇംഗ്ലീഷ്, സോഷ്യോളജി തുടങ്ങിയ കോഴ്സുകൾക്കും കമ്പ്യൂട്ടർ സയൻസ് മാത്സ് കോഴ്സുകൾക്കും എന്ത് ചെയ്യാം ധൈര്യത്തിൽ അപ്ലൈ ചെയ്യാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് RJNAVD മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ പെപ്പിൻ്റെ ഈ ഒരു യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് സീരീസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെപ്പിൻ്റെ മിഷൻ ഗ്രൂപ്പുകളും PG അപ്ഡേറ്റുകളൊക്കെ വരുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്.